ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരിമുറുക്കാണ്. 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് കടലമാവും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിലും പകുതി കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഈ ഒരു സ്റ്റാറിൻ്റെ ചില്ലാണ് നമുക്ക് അരിമുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നമ്മുടെ ഈ സേവനാഴിയിലൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് അരിമുറുക്കിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അരിമുറുക്കിൻ്റെ ഒരു സൈസ് ആയാൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലുള്ളൂ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരിമുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്